കൃഷ്ണ ഹരേ നാരായണ നമോ നമ. ഋഷഭപുത്രനാകും ഭരതനാക പിന്നെ വൃഷമാർഗേണ പരിപാലിച്ചാനവനിയെ വിശ്വമോഹിനിയായ കന്യകാ പഞ്ചജനി വിശ്വരൂപാത്മജയെ കൈക്കൊണ്ടാൻ അതുകാലം 5 മക്കളുണ്ടായി വന്നത് പഞ്ചജനിക്ക് 5 ഭൂതങ്ങൾ മായതങ്കനുണ്ടായ പോലെ സുമതി രാഷ്ട്രവൃത്ത് 3-ാമൻ സുദർശനൻ പിന്നീട് ആവരണനും ധൂമ്രകേതുവും നാമം ഭാരതകണ്ഠമാകും തന്നുടെ രാജ്യം പിന്നെ പാരാതപത്തുടനായി ഇവർക്കും കൊടുത്തുപോയി. സാളഗ്രാമാശ്രമത്തെ പ്രാപിച്ചാൻ തപസ്സിനായി സാളഗ്രാമോപരങ്ങൾ കൊണ്ട് അലങ്കൃതനായി സ്വച്ഛയാൻ ചക്രനദി തന്നുടെ തീരത്തിങ്കൽ സ്വച്ഛമാശ്രമമുണ്ടാക്കി വസിക്കുന്ന നിത്യാദികളാം വസ്തുവിചാരം കൊണ്ടു ശുദ്ധാന്തക്കരണനായി തത്വജ്ഞാനവും വന്നു. ഭക്തിയും ദിനം പ്രതി വർദ്ധിച്ചു ഭഗവാനെ ചിത്തത്തിലാക്കി ബ്രഹ്മജ്ഞാനവും ഉറപ്പിച്ചു യുക്തനായിരുന്നു വാസിക്കുന്ന ഒരു ദിനം. മധ്യാഹ്നേ ചെന്നു നിന്നു ഗണ്ഡകീ തീരസ്ഥലേ ഗർഭിണിയായിട്ടൊരു കൃഷ്ണമാൻ പേട വന്നിട്ട് അപ്പുഴ തന്നിൽ തണ്ണീർ കുടിച്ചു തുടങ്ങിനാൾ. അന്നേരം അരികെ നിന്നലറിയിടുന്ന സിംഹം തന്നുടെ നാദം കേട്ടു പേടിച്ചു മാൻപേടയും ഓടിപ്പോയി മറുകരെ കരയേറുവാനായി ആടൽ പൂണ്ടു ഉടൽ വിറച്ചോടിന നേരം തന്നെ ഗർഭസ്ഥയായ കിടാവപ്പോഴേ വിറന്നുടനപ്പുഴ തന്നിൽ വീണങ്ങൊഴുകി വേഗത്തോടെ ഗുഹയിൽ ചെന്ന് വീണു മരിച്ചു മാൻപേടയും. സഹിയാതൊരു ഭയം കൊണ്ടും വേദന കൊണ്ടും നീരൂടെ ഒഴുകുന്ന മാൻകിടാവിനെ കണ്ടു കാരുണ്യവശാലുടനെടുത്തു ഭരതനും പാരാതെ കൊണ്ടുപോയാൽ തന്നുടെ ആശ്രമത്തിൽ ആരാലും ഉപദ്രവം കൂടാതെ വളർത്തിനാൻ. മാൻകിടാവോടുകൂടി മാൻകിടാവിലെ സ്നേഹം താൻ കൂടെ വളർന്നിതു. ഭരതൻ